എന്ന് പറയാറുണ്ട്. പക്ഷെ 33.5 വയസ്സ് പ്രായമുള്ള ഒരു യഹൂദ ചെറുപ്പക്കാരൻ, 33.5 വയസ്സ്, ഒരു 5.5-6 അടി ഉയരം കാണും, ആരോഗ്യ ദൃഢഗാത്രൻ, സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, അവനെ ക്രൂശിലേറ്റിയ കാഴ്ച കണ്ടിട്ട് പ്രവാചകൻ വിളിച്ചു പറഞ്ഞത് ക്ഷീണിച്ചെന്നല്ല, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറു വിരൂപമായെന്ന. ആ ചെറുപ്പക്കാരൻ അങ്ങനെ വിരൂപമായത്, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ കടഭാരം മാറ്റാനല്ല, എന്റെ പാപത്തെ മാറ്റാനാ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ആമേൻ. ഈ 5.5 6 ഉയരമുള്ള ഒരു ചെറുപ്പക്കാരന് 2 അടി ഉയരമുള്ളൊരു കൽത്തൂണിൽ 2 കൈയും കൂട്ടിക്കെട്ടിയിട്ട് കാരിരുമ്പിന്റെ കരുത്തുള്ള പടയാളികൾ ഈയക്കട്ടകളും ഇരുമ്പ് കട്ടകളും റോമൻ നാണയങ്ങളും കാരിരുമ്പാണിയും ചേർത്തുണ്ടാക്കിയ ചാട്ടവാറ് വെച്ച് അടിച്ച് പുറം പൊളിച്ചപ്പോ മാംസകഷണങ്ങൾ ഇളകി മാറുകയാണ്. ആ കാഴ്ച കണ്ടിട്ട് പാടത്തും പരമ്പിലും ഒക്കെ പണിയെടുത്ത നമ്മളിൽ പലരും ഈ ചാലുകീറി വിടത്തില്ലേ? പ്രവാചകനും പറഞ്ഞത് അതേ ഭാഷയാണ്. അവന്റെ ശരീരം ഉഴവു ചാൽ പോലെ കീറി. ഒരു 32-33 കിലോയുള്ള ഒരു സിലിണ്ടർ എടുത്ത് പൊക്കി വെക്കുമ്പോ അതിന്റെ ഭാരം നമുക്കറിയാം. അടിയേറ്റ അവശനായ യേശു ക്രിസ്തു 84 കിലോയ്ക്കധികം ഭാരമുള്ള മരക്കുരിശും വഹിച്ചുകൊണ്ട് ഗോൽഗോഥാവിലേക്ക് നടന്നു പോകുന്ന കാഴ്ച നിങ്ങൾ ഇന്ന് രാത്രി ഒന്ന് കാണണം. എന്തിന്? വെളിച്ചിക്കാല ദേശത്തെ പാപികളുടെ ഭാരത്തിലായിരിക്കുന്ന നമ്മുടെ പാപത്തിന്റെ കെട്ടഴിക്കാനാണ് യേശു കാൽവറിയിലേക്ക് നടന്നുപോയത്. ആ നടത്തയിൽ 84 കിലോയ്ക്കധികം ഭാരമുള്ള ആ മരക്കുരിശും തോളിൽ വഹിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ 3 വീണെന്ന് എനിക്കറിയില്ല, 30 വീണെന്ന് എനിക്കറിയത്തില്ല, 300 വട്ടം വീണോന്ന് എനിക്കറിയില്ല. പക്ഷെ വീണതെല്ലാം മുഖം അടിച്ചാണ് വീണത്. അത്ര വലിയ ആഘാതമേറ്റപ്പോഴും ഒരു നേരം പോലും എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാതെ മരണത്തിനു വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തു തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തത് എന്റെ പാപത്തിന്റെ കെട്ടഴിക്കാൻ വേണ്ടിയാണ്. തന്റെ പാപം ചെയ്യാത്ത തന്റെ ശരീരത്തിൽ, തന്റെ ശിരസിൽ മുൾമുടി ആഞ്ഞടിച്ച്, തന്റെ കയ്യിൽ, തന്റെ കൈത്തണ്ടയിൽ കാരിരുമ്പാണി ആഞ്ഞടിച്ച്, തന്റെ കാലിൽ കാരിരുമ്പാണി അടിച്ച്, എന്റെ പിതാവേ നീയും എന്നെ കൈവിട്ടതെന്ന് എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിട്ടത് വെളിച്ചിക്കാല ദേശത്തിലെ ഹൃദയത്തിനകത്ത് പാപം കരുതുന്നവന്റെ പാപത്തിന്റെ കെട്ടഴിക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ മുറ്റത്ത് കൺവെൻഷന്റെ പ്രാരംഭ രാത്രി ഘോഷിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഇവിടെ ഉയർത്തുകയാണ്. മനുഷ്യന് പരിഹാരത്തിന് വേറൊരു നാമമില്ല. മനുഷ്യന് രക്ഷപ്പെടാൻ ഒരു കച്ചിന്തിരുമ്പുണ്ടെങ്കിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഇന്ന് രാത്രി മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം യേശു ക്രിസ്തുവിന്റെ നാമം. അതിന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദേശമൊന്ന് കേൾക്കട്ടെ. അധരങ്ങൾ തുറന്ന് കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ട് എന്റെ പാപത്തിന് വേണ്ടി കാൽക്കരി തകരപ്പെട്ട ദൈവകുഞ്ഞാട്